അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏർലി റിനൈസൻസ് ഇൻ ഇംഗ്ലണ്ട്. കേരള സെറ്റ് എക്സാം സിലബസിലുള്ള മൊഡ്യൂൾ 2 പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഏർലി റിനൈസൻസ് ഇൻ ഇംഗ്ലണ്ട് എന്നത് റീബർത്ത് ഓഫ് ലേണിംഗ് ആൻഡ് കൾച്ചറാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 15th സെഞ്ച്വറിയിൽ. മെയിൻലി ഇൻഫ്ലുവൻസ് വന്നത് ഇറ്റലിയിൽ നിന്നുമാണ്. ഇവിടെ ഹ്യൂമൻ ലൈഫ്, നോളജ്, എഡ്യൂക്കേഷൻ ഇവയിൽ ഫോക്കസ് വർദ്ധിച്ചു. റിലീജിയൻ മാത്രമല്ല, ഹ്യൂമൻസിൻ്റെ എബിലിറ്റി, ടാലൻറ്റ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി മാറി. ദെൻ ലിറ്ററസി കൂടി. പ്രിൻറ്റിംഗ് പ്രസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലിറ്ററേച്ചർ എല്ലാവർക്കും മനസ്സിലാവുന്ന ലാംഗ്വേജിൽ വരാൻ തുടങ്ങി. ഓൾഡ് മിഡീവൽ സിസ്റ്റത്തിൽ നിന്നും മോഡേൺ തിങ്കിങ്ങിലേക്ക് ഷിഫ്റ്റ് ആയ ഒരു പീരീഡ് ആയിരുന്നു ഇത്. വില്യം കാക്സ്റ്റൺ, ഹി ഈസ് നോൺ ആസ് ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രിന്റർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം കാക്സ്റ്റൺ. 1422 കെൻഡിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് മേർച്ചൻ്റാണ് അദ്ദേഹം. മാത്രമല്ല ഡിപ്ലോമാറ്റ്, റൈറ്റർ എന്നീ നിലകളിലൊക്കെ ഇദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു മേർച്ചൻ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് ബിസിനസ് യാത്രകളൊക്കെ നടത്തിയിരുന്നു. ലേറ്റർ ഹി മൂവ് ടു ബ്രൂജ് എന്നത് ഇന്നത്തെ ബെൽജിയം ആണ്. അവിടെ വെച്ചാണ് അദ്ദേഹം പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും ഒക്കെ. പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രി എന്നത്, ആ ഒരു പ്രിൻറ്റിംഗ് പ്രസ് എന്നത് ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ് ഇൻവെൻറ്റ് ചെയ്തത്. ദെൻ ഇദ്ദേഹം കൊളോഗ്നയിലുള്ള പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്യുകയും പ്രിൻറ്റിംഗ് ലേൺ ചെയ്യുകയൊക്കെ ചെയ്തു. ദെൻ ഹി സ്റ്റാർട്ട് എ പ്രിൻറ്റിംഗ് പ്രസ് ഇൻ ബെൽജിയം ഇൻ കൊളാബറേഷൻ വിത്ത് കൊളാഡ് മാൻഷൻ. അദ്ദേഹം ആദ്യം പ്രിൻറ്റിംഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്തത് ബെൽജിയത്തിലാണ്. പിന്നീടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പ്രിൻറ്റിംഗ് പ്രസ് സെറ്റ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ പ്രിൻറ്റിംഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1476. He set up the first printing press in England at Westminster in 1476. വില്യം കാക്സ്റ്റൺ ഫസ്റ്റ് പ്രിന്റ് ചെയ്ത ബുക്കാണ് റിക്വയൽ ഓഫ് ദ ഹിസ്റ്റോറിയസ് ഓഫ് ട്രോയ് എന്നത്. ഇതൊരു ഫ്രഞ്ച് പ്രോസ് റൊമാൻസ് ആണ് അബൌട്ട് ട്രോജൻ വാർ. ഇതാണ് കാക്സ്റ്റൺ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഫസ്റ്റ് പ്രിന്റ് ചെയ്ത ബുക്ക് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പ്രിന്റ് ചെയ്ത ബുക്കാണ് ദ ഗെയിം ആൻഡ് പ്ലേ ഓഫ് ദ ചെസ്. അടുത്ത ട്രാൻസ്ലേഷനാണ് ദ ഡിക്റ്റസ് ആൻഡ് സേയിങ് ഓഫ് ദ ഫിലോസഫേഴ്സ്. ഈ ഒരു ബുക്ക് അന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ആൻഡ് പ്രിന്റ് ചെയ്ത വർക്കാണ്. ആദ്യം പറഞ്ഞ 2 വർക്കും ബെൽജിയത്തിൽ നിന്നാണ് പ്രിന്റ് ചെയ്തത്. പക്ഷെ ഈ ഒരു വർക്ക് 1476 ഇംഗ്ലണ്ടിലെ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നാണ് ഇത് പ്രിന്റ് ചെയ്തത്. 1476 ഇംഗ്ലണ്ടിൽ പ്രിന്റിംഗ് പ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം പ്രിന്റ് ചെയ്ത വർക്കാണിത്. ഒരു ഡേറ്റോടെ പ്രിന്റ് ചെയ്ത ഫസ്റ്റ് വർക്കാണിത്. 1477 നവംബർ 18 ഈ ഒരു വർക്ക് പ്രിന്റ് ചെയ്തത്. ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് ആയിരുന്നു കാക്സ്റ്റൺ യൂസ് ചെയ്തത്. കാക്സ്റ്റൺ ചൂസ് ദ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ്. 1484 ഈസോപ്പ് ഫാബിൾസ് ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്തത് കാക്സ്റ്റൺ ആണ്. ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസ്, ജോൺ ഗോവറിന്റെ കൺഫെഷോ അമാൻഡിസ്, തോമസ് മലോറയുടെ ലെ മോർട്ടെ ഡി ആദർ ഇതൊക്കെ പ്രിന്റ് ചെയ്തത് വില്യം കാക്സ്റ്റൺ ആണ്. ദെൻ നെക്സ്റ്റ് റൈറ്ററാണ് തോമസ് മാലോറെ. ഹി വാസ് ആൻ ഇംഗ്ലീഷ് റൈറ്റർ. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ലെ മോർട്ടെ ഡി ആദർ. ഈ ഒരു ലെ മോർട്ടെ ഡി ആദർ എന്നത് ഫ്രഞ്ച് ടൈറ്റിലാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ദ ഡെത്ത് ഓഫ് ആദർ. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് അബൌട്ട് കിങ് ആർതർ ആൻഡ് ദ നൈറ്റ് ഓഫ് ദ റൗണ്ട് ടേബിൾ. But the book actually tells the entire life and adventures of King Arthur. ഇംഗ്ലീഷിലെ ആദ്യത്തെ മേജർ പ്രോസ് ഫിക്ഷനാണിത്. ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1485 ബൈ വില്യം കാക്സ്റ്റൺ. ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് 21 സ്റ്റോറീസ് ആണ്, 21 ബുക്സ്. ഈച്ച് ബുക്ക് ഡീൽസ് വിത്ത് ഡിഫറെൻറ്റ് അഡ്വഞ്ചേഴ്സ് ഓഫ് കിങ് ആർതർ. മീൻസ് ഇത് കിങ് ആർതർ എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. കിങ് ആർതറിൻ്റെ ഡെത്ത് വരെയുള്ള കാര്യങ്ങൾ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സിലബസിൽ അടുത്തത് തന്നിട്ടുള്ളത് സോങ്സ് ആൻഡ് ബാലഡ്സ് ആണ്. ഏർലി റിനൈസൻസ് പീരീഡിൽ സോങ്സ് ആൻഡ് ബാലഡ്സ് വളരെ പോപ്പുലർ ആയിരുന്നു. ഇറ്റ്സ് മെയിൻലി ഓറൽ ഫോം, മീൻസ് വാമൊഴിയായിട്ടൊക്കെ വന്നിട്ടുള്ള ഒന്നായിരുന്നു ഈ സോങ്സ് ആൻഡ് ബാലഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ലാംഗ്വേജ് ആയിരുന്നു, ഈസി റിതം ഉള്ളതായിരുന്നു. Ballad means simple song. It tells a story. Mostly rural original ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി ഫോമായിരുന്നു സോങ്സ് ആൻഡ് ബാലഡ് എന്നത്.
Then next writer ആണ് തോമസ് മോർ. തോമസ് മോർ ഈസ് an English lawyer, scholar, writer, member of parliament and chancellor of the reign of Henry VIII. ബട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ കിങ്ങിൻ്റെ ചാൻസലറായിട്ട് അദ്ദേഹം നിന്നുള്ളൂ. ബിക്കോസ് ഹെൻറി എയ്ത്തിൻ്റെ ടൈമിൽ ഹൈ റിലീജിയസ് ടർമോയിൽ ഉണ്ടാവുകയും ഹെൻറി എയ്ത്ത് വാണ്ടഡ് ടു ബിക്കം ദ ഹെഡ് ഓഫ് ദ ചർച്ച്. ആ ടൈമിൽ ആളുകൾ രണ്ടായിട്ട് തിരിഞ്ഞു. അതിൽ ഒരു വിഭാഗം ആൾക്കാർ കിങ്ങിനെ സപ്പോർട്ട് ചെയ്തു. മീൻസ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ സുപ്രീമസി കിങ് ആണെന്ന് വിശ്വസിച്ചു. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റോമൻ കത്തോലിക് ചർച്ചാണ്. മീൻസ് കിങ്ങിനെ ചർച്ച് ഹെഡായി അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ വാദം. ഇതിൽ തോമസ് മോർ ഒരു സ്ട്രോങ് റോമൻ കത്തോലിക് ബിലീവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കിങ്ങിനെ ചർച്ച് ഹെഡായി അദ്ദേഹം അംഗീകരിച്ചില്ല. തോമസ് മോർ ഒപ്പോസ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. സോ ഹി വാസ് അക്യൂസ്ഡ് ഓഫ് ബീയിങ് എ ട്രൈറ്റർ. ഫൈനലി 1535 അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് റോമൻ കത്തോലിക് ചർച്ച് അദ്ദേഹത്തെ സെയിൻ്റായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. തോമസ് മൂറിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഉട്ടോപ്യ. ഉട്ടോപ്യ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഇതിൻ്റെ മീനിങ് വരുന്നത് നോ പ്ലേസ് ഓർ നോ വെയർ. ഉട്ടോപ്യ ഒറിജിനലി റിട്ടേൺ ഇൻ ലാറ്റിൻ ഇൻ 1516. ഇതൊരു ഫിക്ഷണൽ വർക്കാണ് ആൻഡ് ഇറ്റ് ഈസ് എ സോഷ്യോ പൊളിറ്റിക്കൽ സാറ്റയർ. ദെൻ ഇതിലുള്ള ഫ്രെയിം നറേറ്റീവ് ഒരു ഫിക്ഷണൽ സൊസൈറ്റിയെ ഡെപ്പിക്റ്റ് ചെയ്തുകൊണ്ടാണ്. ആ ഒരു സൊസൈറ്റിയാണ് ഉട്ടോപ്യ. ഇതൊരു ഐഡിയൽ പ്ലേസ് ആണ്. അവിടുത്തെ കസ്റ്റംസ്, റിലീജിയസ്, സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കസ്റ്റംസ് ഇതൊക്കെ എങ്ങനെയാണ് എന്നാണ് ഈ ഉട്ടോപ്യയിൽ പറയുന്നത്. ഇതിലെ സറ്റയർ എന്നത് ഇത്രയും ഐഡിയലിസ്റ്റിക് ആയ ഒരു സൊസൈറ്റിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതുതന്നെയാണ് ഉട്ടോപ്യ എന്ന മീനിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഒരു ഇമാജിൻ പ്ലേസിനെയാണ് ഈ യുട്ടോപ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏജ് ഓഫ് ഡിസ്കവറി ടൈമിൽ ആണ് തോമസ് മോർ യുട്ടോപ്യ എഴുതുന്നത്. ഓൾറെഡി പറഞ്ഞു, തോമസ് മോർ ഹെൻറി എയ്ത്തിൻ്റെ ചാൻസലർ ആയിരുന്നു. ആ ഒരു ടൈമിൽ തോമസ് മോറിന് ആൻട്രപ്പിലേക്ക് പോവേണ്ട ഒരു സിറ്റുവേഷൻ വരികയും ആ ടൈമിലാണ് ഉട്ടോപ്യ എഴുതി തുടങ്ങുന്നത്. ഉട്ടോപ്യയുടെ ഒരു മോഡൽ എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കാണ്. ആൻവേർപ്പിൽ വെച്ചിട്ട് തോമസ് മോർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ പീറ്റർ ഗിൽസിനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റ് സ്കോളറാണ്. സോ പീറ്റർ ഗിൽസ് ഇൻട്രൊഡ്യൂസ് റാഫേൽ ഹിത്തലോഡെ ഇൻ ഉട്ടോപ്യ. ഈ റാഫേൽ ഹിത്തലോഡെ എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഉട്ടോപ്യ കണ്ടിട്ടുള്ള ഒരു ട്രാവലർ ആയിട്ടാണ് റാഫേൽ ഹിത്തലോഡയെ ഇതിൽ പോർട്രേ ചെയ്യുന്നത്. ദെൻ ഉട്ടോപ്യ ഹാസ് 2 പാർട്ട് ഓർ ബുക്സ്. ബുക്ക് 1 കോൺവെർസേഷൻ സ്റ്റൈലാണ്, മീൻസ് ഡയലോഗ് ഫോമിലാണ് ഉള്ളത്. ബുക്ക് 2 ഇസ് മെയിൻലി എ സിസ്റ്റമാറ്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഐഡിയൽ ഐലൻഡ് ഉട്ടോപ്യ. ഇതിൽ ബുക്ക് 1 തോമസ് മോറും പീറ്റർ ഗിൽസും ഫിക്ഷണൽ ക്യാരക്ടറായ റാഫേൽ ഹിത്തലോഡയും തമ്മിൽ ഉള്ള ഡിസ്കഷനാണ് കാണുന്നത്. ഇവിടെ ഐഡിയൽ സൊസൈറ്റി എങ്ങനെയാണ് എന്ന് ഡയറക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, പകരം ഇംഗ്ലണ്ടിലുള്ള സൊസൈറ്റിയിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബുക്ക് 2 റാഫേൽ ഐഡിയൽ ഐലൻഡ് ആയിട്ടുള്ള ഉട്ടോപ്യയെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് പ്ലാൻഡ് സൊസൈറ്റി. ഈ ഒരു വർക്കിൻ്റെ ഒറിജിനൽ വേർഷൻ എഴുതിയിരിക്കുന്നത് ലാറ്റിനിലാണ്. 1516 അത് എഴുതിയിരിക്കുന്നത്. ദെൻ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് 1551 റാൽഫ് റോബിൻസൺ ആണ് ഉട്ടോപ്യ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇത്രയാണ് ഉട്ടോപ്യയെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.